ഉൾപ്പെടെയുള്ള നികുതികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകണം. അതെല്ലാം ഉണ്ടാവും. പക്ഷെ അതിലേറെ പ്രാധാന്യത്തോടു കൂടി കാണേണ്ടത് നാട്ടുകാരുടെ കയ്യിൽ പണം ഉണ്ടാവണം. ജനങ്ങൾക്കെല്ലാം വരുമാനം ഉണ്ടാവും. ജനങ്ങൾക്കെല്ലാം വരുമാനം ഉണ്ടാവുന്ന ഒരു സമൂഹത്തിൽ മാത്രമാണ് നമ്മുടെ ഈ തൊഴിൽ സംരക്ഷിക്കപ്പെടുക, ഇത്തരം യൂണിറ്റുകൾ സംരക്ഷിക്കപ്പെടുക. ചെറുകിട നാമമാത്രക്കാരായ സംരംഭകരാണ് നമ്മളെ. വൻകിടക്കാർക്ക് അതൊന്നും പ്രശ്നമല്ല. എങ്കിൽ മാത്രമാണ് എല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ള, ആരെയും ദ്രോഹിക്കാതെ അല്ലെങ്കിൽ ആരെയും വേദനിപ്പിക്കാതെ നമുക്ക് വരുമാനം കുറയും, ശരിയാണ്. പക്ഷെ നമ്മുടെ സംഘടനയുടെ സ്ട്രെങ്ത് കൂടുക, എല്ലാ ആളുകൾക്കും എന്തെങ്കിലും ഒരു അപകടങ്ങൾ പറ്റുകയോ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോഴാണ് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ, അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, അതൊരു ലീഗലി നമുക്ക് നേരിടേണ്ടി അവിടെ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അത് നമ്മുടെ സുഹൃത്തുക്കളാവാൻ പാടില്ല. അതുപോലെ ലൈസൻസ് ഉള്ള ആളുകൾ മറ്റു സ്ഥലങ്ങളിൽ പോയിട്ട് ലീഗലായിട്ട് പ്രവർത്തിക്കാനും പാടില്ല. അങ്ങനെ അതൊക്കെ വരുമ്പോൾ അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് സംഘടനയിലെ നിങ്ങളുടെ ഈ കൺവെൻഷനും അതുപോലെ ചർച്ചകളിലും ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ അത് നല്ലൊരു കാര്യമായി കൂടാതെ ഈ ഇങ്ങനെയുള്ള കൺവെൻഷനിൽ ഒരു പോലീസ് ഓഫീസർ എന്ന നിലയ്ക്ക് എന്താണ് എനിക്ക് പറയുക എന്നുള്ളത് ആലോചിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, ഏതൊരു പ്രവർത്തനങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സംഘടനകളായിക്കോട്ടെ, അവിടെ ഏറ്റവും വേണ്ട അത്യാവശ്യമായിട്ടൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഡിസിപ്ലിനാണ്. ഈ ഡിസിപ്ലിൻ നിങ്ങൾക്കുണ്ട്, അതൊരിക്കലും കൈമോശം വരാൻ പാടില്ല. അത് സംഘടനാ പ്രവർത്തനത്തിൽ മാത്രമല്ല, നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു സാധാരണക്കാർ, ആസ് എ ഹ്യൂമൻ ബീയിങ്, ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയ്ക്ക്, ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അവന്റെ ഘടകമായി പാലക്കാട് ജില്ലയിലെ ഘടകം പ്രവർത്തിക്കുന്നുണ്ട് എന്നതിന്റെ ഉദാഹരണമാണ് ഈ കൺവെൻഷനിൽ നിങ്ങളുടെ നിറഞ്ഞ സാന്നിധ്യം. ഈ ജില്ലയിൽ ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്നവരിൽ മഹാഭൂരിപക്ഷം പേരെയും നേരിട്ട് അറിയുന്ന ഒരാൾ കൂടിയാണ്. നമ്മുടെ ജില്ലയിൽ നിന്ന് സംസ്ഥാനത്തെ നയിക്കുക